സ്ത്രീധനത്തിൻ്റെ പേരിൽ മർദ്ദനമേറ്റെന്ന് ഒരു പെൺകുട്ടി പരാതി പറഞ്ഞപ്പോൾ സമൂഹം ഒറ്റക്കെട്ടായി അവൾക്ക് പിന്തുണ നൽകുന്നതാണ് കോഴിക്കോട് പന്തീരാങ്കാവിൽ നമ്മൾ കണ്ടത്. ദിവസങ്ങൾക്ക് ശേഷം താൻ പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു എന്ന് പെൺകുട്ടി വെളിപ്പെടുത്തി. കുടുംബത്തിന് പോലും ഈ കാര്യം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെയല്ലേ നമുക്ക് പെൺകുട്ടി മർദ്ദനമേറ്റതിന് ശാസ്ത്രീയ തെളിവുകളുണ്ടെന്നാണ് പോലീസ് എപ്പോഴും പറയുന്നത്. കുറ്റപത്രം സമർപ്പിക്കാനുള്ള നടപടിയുമായി അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നു എന്നാണ് ഞങ്ങളുടെ ബ്യൂറോ വിലയിരുത്തുന്നത്. എന്നാൽ പരാതിക്കാരി മൊഴി മാറ്റിയതിൻ്റെ ബലത്തിൽ കേസ് ഇല്ലാതാക്കാൻ കഴിയുമെന്നാണ് പ്രതിഭാഗം അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നത്. നാടകീയ നീക്കങ്ങൾക്ക് പിന്നാലെയാണ് കേസ് ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമം. പരാതിയില്ല എന്ന പെൺകുട്ടിയുടെ സത്യവാങ്മൂലം പ്രതിഭാഗം ഹൈക്കോടതിയിൽ സമർപ്പിക്കും. മൊഴിമാറ്റം സമ്മർദ്ദം മൂലമെന്ന് പെൺകുട്ടിയുടെ പിതാവ് പ്രതികരിച്ചു. പ്രതി രാഹുൽ പി ഗോപാലിന്റെ കുടുംബത്തിന്റെ കസ്റ്റഡിയിലാണ് മകളെന്നും പിതാവിന്റെ ആരോപണം. ഞങ്ങളെ പോലും സമ്മർദ്ദത്തിലാക്കി. അവളങ്ങനെ പറഞ്ഞത് ശരിക്കും സമ്മർദ്ദത്തിന് വഴങ്ങിയാണ്. വാർത്താ മാധ്യമങ്ങളിലൂടെ അവർക്ക് ഈ വിവരം കിട്ടിയിട്ടുണ്ടല്ലോ, ഇങ്ങനെ പരാതി കൊടുത്തതും ഞാൻ പറഞ്ഞതും ഒക്കെ. അതിനെ മറികടക്കാൻ വേണ്ടി പറഞ്ഞതാണ്, അത്രേ ഉള്ളൂ. അപ്പോഴും അവരുടെ കസ്റ്റഡിയിൽ നിന്ന് അവർ പറയിപ്പിക്കുന്നതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കേസ് കൈകാര്യം ചെയ്യുന്നതിൽ പോലീസിന് വീഴ്ചയുണ്ടായെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ ഷമീം പക്സാൻ 24-നോട് പറഞ്ഞു. കേസ് ഒത്തുതീർപ്പാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും ഇതിനായി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് എന്നും അഭിഭാഷകൻ പ്രതികരിച്ചു. പരാതിക്കാരിയും ഒന്നാം പ്രതി രാഹുലും തമ്മിൽ സൗന്ദര്യപ്പിണക്കം മാത്രമേ ഉള്ളൂ. ആ സൗന്ദര്യപ്പിണക്കം അവർ പറഞ്ഞു തീർക്കാവുന്ന കാര്യമാണ്. അത്തരത്തിലൊരു സൗന്ദര്യപ്പിണക്കത്തിൻ്റെ വിഷയത്തിൽ ഇത്തരത്തിലും വളരെ വലിയ രീതിയിലേക്ക് ഈ കേസിനെ കൊണ്ടുപോകേണ്ട ആവശ്യം പോലീസിനില്ലായിരുന്നു. ഒന്നാം പ്രതിയായ രാഹുൽ ഉപദ്രവിച്ചു എന്ന് പറയുന്നതിൻ്റെ വോൺ സർട്ടിഫിക്കറ്റ് പോലും ഇന്നേ ദിവസം വരെ ബഹുമാനപ്പെട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 മുമ്പാകെ ബോധിപ്പിച്ചിട്ടില്ല. പെൺകുട്ടി നവമാധ്യമങ്ങളിലൂടെ നടത്തിയ വെളിപ്പെടുത്തൽ അന്വേഷണത്തെ ബാധിക്കില്ലെന്നും വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കേസന്വേഷണം പുരോഗമിക്കുന്നത് എന്നും ഫറൂഖ് ACP വ്യക്തമാക്കി. സാക്ഷിമൊഴികൾ, മെഡിക്കൽ റിപ്പോർട്ട്, സൈബർ സെൽ രേഖകൾ തുടങ്ങിയ തെളിവുകളെല്ലാം ACP സാജു കെ എബ്രഹാം ശേഖരിച്ചിട്ടുണ്ട്. 3000-ഓളം പേജുള്ള കുറ്റപത്രം അടുത്ത ആഴ്ച സമർപ്പിക്കാനാണ് പോലീസ് നീക്കം. കേസിൽ മജിസ്ട്രേറ്റ് മുമ്പാകെ പെൺകുട്ടി രഹസ്യമൊഴി നൽകിയതും നിർണായകമാണ്. പ്രതിഭാഗം ഹൈക്കോടതിയെ സമീപിക്കുന്ന സാഹചര്യത്തിൽ അന്വേഷണ സംഘം നിയമോപദേശം തേടാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ പെൺകുട്ടിയെ കാണാനില്ല എന്ന കുടുംബത്തിന്റെ പരാതി വടക്കേക്കര പോലീസ് കഴക്കൂട്ടം പോലീസിന് കൈമാറി. കേസ് ഒത്തുതീർപ്പാക്കാനാണ് പെൺകുട്ടിയും പ്രതിഭാഗവും ശ്രമിക്കുന്നതെങ്കിലും അന്വേഷണവുമായി മുന്നോട്ട് പോകാനാണ് പോലീസിന്റെ തീരുമാനം. കേസിലെ ഒന്നാം പ്രതിയായ രാഹുൽ പി ഗോപാലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് അന്വേഷണ സംഘം. കൊച്ചിയിൽ നിന്ന് അശ്വിൻ പാലാഴിക്കൊപ്പം സമീർ സി മുഹമ്മദ്, 24 കോഴിക്കോട്. രാജേഷ് രാജൻ്റെ ഒരു യൂട്യൂബ് സന്ദേശം. അദ്ദേഹം പറഞ്ഞ പന്തീരാങ്കാവ് കേസിൽ മാധ്യമങ്ങൾക്ക് അബദ്ധം പറ്റിയോ എന്ന് പരിശോധിക്കണം. ഈ കേസുള്ള കേസാണോ എങ്കിൽ കൊടുക്കുന്നവർക്ക് എതിരെ നടപടി ഉണ്ടാകണം. അപ്പോൾ എന്തായാലും ഈ കാര്യം, ഈ യുവതിയുടെ വെളിപ്പെടുത്തൽ വന്നതിന് ശേഷം ഈ കേസിൽ ചില ദുരൂഹതകളുണ്ട്. ഏതെങ്കിലും രീതിയിൽ അവർ സമ്മർദ്ദത്തിന് വിധേയമായിട്ടാണോ ഈ വീഡിയോ പുറത്തിറക്കിയത്? ഈ കാര്യമൊക്കെ പരിശോധിച്ച് വരികയാണ് പോലീസ്. വളരെ വൈകാതെ തന്നെ ഇതിൽ സത്യം എന്താണെന്ന് നമുക്കറിയാൻ കഴിയും.